ഒറ്റപ്പാലം പത്തിരിപ്പാല പൂക്കാട്ടുകുന്നിൽ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ കാതിലെ കമ്മലും കഴുത്തിലെ മാലയും കവർന്നു. വീട്ടുടമയുടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ കഴുത്തിലെ മാലയും കവർന്നാണ് കടന്നു കളഞ്ഞത്. വീട്ടുടമയുടെ ബന്ധുവായ ചിറ്റൂർ സ്വദേശിനി പ്രേമയുടെ കാതിൽ നിന്നാണ് കമ്മൽ പിടിച്ചുപറിച്ചത്. പത്തിരിപ്പാല പൂക്കാട്ടുകുന്നിൽ ബുധനാഴ്ച രാവിലെ 10:40ഓടെയാണ് സംഭവം. വീട്ടുടമ രുക്മിണിയുടെ ബന്ധുവായ 55-കാരി പ്രേമയും 2 വയസ്സു പ്രായമുള്ള രുക്മിണിയുടെ മകളുടെ കുട്ടിയും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വെള്ളം ചോദിച്ചെത്തിയ ആളാണ് കവർച്ച നടത്തി കടന്നു കളഞ്ഞത്. വെള്ളമെടുക്കാനായി വീടിനുള്ളിലേക്ക് കയറിയതും പ്രേമയെ മോഷ്ടാവ് പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തി. പ്രേമയുടെ വായ പൊത്തിപ്പിടിച്ച് ബലം പ്രയോഗിച്ച് കഴുത്തിലുണ്ടായിരുന്ന താലിമാലയും കാതിലെ 3 ഗ്രാം തൂക്കം വരുന്ന കമ്മലും മോഷ്ടിച്ചു. ബോധരഹിതയായി നിലത്ത് കിടന്ന പ്രേമയ്ക്ക് വീട്ടുകാരെത്തി തട്ടി വിളിച്ചപ്പോഴാണ് ബോധം തിരിച്ചു കിട്ടിയത്. തുടർന്ന് കുട്ടിയെ പരിശോധിച്ചപ്പോഴാണ് കഴുത്തിലെ 1 പവൻ തൂക്കം വരുന്ന മാലയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. കാതിലെ കമ്മൽ വലിച്ചു പറിക്കുന്നതിനിടെ ഇടതു ചെവിക്ക് പരിക്കേറ്റ പ്രേമയെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാൾ വന്ന് പോളി അടിച്ചപ്പോൾ ഞാൻ കതക് തുറന്ന് നോക്കുമ്പോൾ ഒരാൾ വെള്ളം ചോദിച്ചപ്പോൾ ഒരു വെള്ളം ഞാൻ കൊച്ചു ഉറങ്ങുകയാണ്, ഇപ്പോൾ വെള്ളം എടുക്കാൻ പറ്റില്ല, അടിച്ചിട്ട് വരിക പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാൻ പോയത് ബാക്കിൽ കൂടെ എന്നെ ഒരു ചവിട്ടി ഞാൻ ഉള്ളിൽ പോയി എൻ്റെ ബാക്കിൽ കൂടെ വന്നതായി. വീണിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഫോൺ ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞ എടുക്കുമ്പോഴേക്ക് ഫോൺ പിടിച്ചു വായ അടച്ച പിടിച്ചത് തലയിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് കമ്മലും പിന്നെ മാലയും കുട്ടിയുടെ മാല കുട്ടിനെ കിടന്ന് ഉറങ്ങിയായിരുന്നു കട്ടിലേക്ക്. ഒറ്റപ്പാലം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. UTV ന്യൂസ്, പാലക്കാട്.